യേശുവിൻ കൂടെയുള്ള ഞാൻ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ, അങ്ങനെ അവർ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവെന്ന് പറഞ്ഞു തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു എന്ന വാക്യമാണ്. യേശു ക്രിസ്തുവിനെ കൊന്നുകളയണമെന്നും യഹൂദ മത പണ്ഡിതന്മാരുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ആഗ്രഹം ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ മകനാണ്, പുത്രനാണ് എന്നുള്ള തൻ്റെ വാക്കുകൾ യഹൂദന്മാർക്ക് ഒട്ടും ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് കടന്നു പോകുമ്പോൾ 24-ാം വാക്യത്തിനകത്ത് യഹൂദന്മാർ യേശു ക്രിസ്തുവിനോട് യെരുശലേമിൽ നടന്ന പ്രതിഷ്ഠോത്സവത്തോട് ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യമാണ്, നീ എത്രത്തോളം ഞങ്ങളെ നിരാശിപ്പിക്കുന്നു, നീ ക്രിസ്തു എങ്കിൽ സ്പഷ്ടമായി പറയുക എന്ന് അവരോട് പറഞ്ഞു എന്നുള്ള വാക്കാണ്. യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ് എന്ന് താൻ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നുണ്ടെങ്കിലും ആ വാക്കുകൾ പൂർണ്ണമായി ഉൾക്കൊള്ളുവാനോ അംഗീകരിക്കുവാനോ കഴിയാതെ പോയ യഹൂദന്മാർ യേശു ക്രിസ്തുവിനോട് വീണ്ടും വീണ്ടും താൻ പറഞ്ഞ വാക്കുകൾ അങ്ങനെ തന്നെയോ എന്ന് ചോദിച്ച് ബോധ്യപ്പെടുവാൻ പരിശ്രമിക്കുന്ന പദങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ, ഞങ്ങൾക്ക് ഒരു ന്യായപ്രമാണം ഉണ്ട്, അവൻ തന്നെത്താൻ ദൈവപുത്രൻ ആക്കിയതുകൊണ്ട് ആ ന്യായപ്രമാണ പ്രകാരം അവൻ മരിക്കേണ്ടതാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു ക്രിസ്തു സ്വന്തം ദൈവത്തോട് സമന ആക്കിയതുകൊണ്ട് ഏതു വിധേനയും തന്നെ കൊന്നുകളയണമെന്നും യഹൂദന്മാർ ആഗ്രഹിച്ചു നടക്കുകയും അത് തന്നോട് തന്നെ ചോദിച്ച് ഉത്തരം പറയുവാൻ പരിശ്രമിക്കുമ്പോഴും അങ്ങനെ തന്നെ എന്ന് പറയുകയാണ്. തൻ്റെ മേൽ കുറ്റാരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് മതകോടതിയുടെ മുന്നിൽ കൊണ്ടുവന്ന് യേശു ക്രിസ്തു സ്വന്തം ദൈവമായിട്ട് അവതരിക്കുന്നു എന്നും ന്യായപ്രമാണ പ്രകാരം താൻ ശബത്തിനെ ആചരിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടും തന്നെ മരണയോഗ്യൻ ആക്കി തീർത്ത് തന്നെ കൊന്നുകളയണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആളുകളുടെ വ്യഗ്രത തിരുവചനങ്ങളിൽ രേഖപ്പെടുത്തുന്നു. പീലാത്തോസിന്റെ അരികിലേക്ക് കൊണ്ടു നിർത്തുമ്പോഴും യഹൂദന്മാരായ ആളുകൾ ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും താൻ മരണയോഗ്യനാണ് എന്ന് തന്നെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയുന്ന പീലാത്തോസിന്റെ മുമ്പിൽ യേശു കർത്താവ് നിൽക്കുന്നത്. അപ്പോൾ പറയുന്നത്, ന്യായപ്രമാണ പ്രകാരം യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്ന ആ വാക്കുകളും നമുക്ക് കാണുവാൻ സാധിക്കുന്നു.
എന്നാൽ തൻ്റെ ക്രൂശ മരണത്തിലൂടെ യഥാർത്ഥമായ ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല താനെന്ന് വ്യക്തമാക്കുന്ന തിരുവചനങ്ങളും ഭാഗങ്ങളും നമുക്ക് കാണുവാൻ സഹായിക്കുന്നു. ആകയാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലുള്ളവർ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവത്തിൻ്റെ പുത്രനെന്ന് അംഗീകരിക്കാൻ കഴിയാതെ കൊന്നു കളഞ്ഞുവെങ്കിലും യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായിരുന്നു എന്ന് തൻ്റെ മരണശേഷവും മറ്റുള്ളവർ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുള്ളത് താൻ ലോകരക്ഷകനും ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു എന്ന് മനസ്സിലായിക്കൊണ്ട് നമുക്കും ആ യേശുവിനെ പിൻപറ്റിക്കൊണ്ട് ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, യേശു ക്രിസ്തുവിനോടുള്ള യാത്ര ഞങ്ങളുടെ ജീവിതത്തിൽ നിത്യജീവൻ എന്ന വഴിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വഴികളിലൂടെ യാത്ര ചെയ്യുവാൻ ദൈവവചനം കേട്ട എല്ലാവരെയും സഹായിക്കണേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.